അപ്പോൾ അങ്ങനെ ചേച്ചിയും ചേട്ടനൊക്കെ പോയിട്ടോ. നമ്മൾ മേക്കപ്പ് തുടങ്ങിയപ്പോൾ മേക്കപ്പ് എങ്ങനെയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആൾ ഇങ്ങനെയാണ് പറഞ്ഞത്. വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കാര്യമായിരുന്നു കേട്ടോ, ഈ ലിപ്പ് ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. യൂഷ്വലി ലിപ്സ്റ്റിക്കിനാണ് ഈ ഒരു ഡാർക്ക്നെസ് ഒക്കെ വരാറ് ലിപ്പിന്. അപ്പോൾ ഓൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പയറി ആയിട്ടുള്ള ഒരു ലിപ് ബാം യൂസ് ചെയ്തതുകൊണ്ടാണ് 1 വീക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ നിങ്ങളാണെങ്കിലും ലിപ് ബാം യൂസ് ചെയ്യുമ്പം കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യാം. നിത്യയാണെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടർ കൂടിയാണ്, പക്ഷെ എങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. പിന്നെ നിത്യയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ അവളുടെ ലുക്ക് എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ അവൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഈവൻ ഡ്രസ്സാണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഹെയർ സെറ്റിംഗ് ആണെങ്കിലും ഫ്ലവർ സെറ്റിംഗ് ആണെങ്കിലും എല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഓരോ കാര്യത്തിലും എനിക്ക് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആതിര ഹെയറിൻ്റെ പ്രിപ്പറേഷനും തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ആദ്യം ഐസിൽ കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തത് ടു ഫേസ്ഡിൻ്റെ കൺസീലറാണ്. അപ്പോൾ നമ്മളിതാ കൺസീലറൊക്കെ അപ്ലൈ ചെയ്തിട്ട് അത് 2 കണ്ണിലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഐ ഷാഡോ അപ്ലൈ ചെയ്യേണ്ടത്. കൺസീലർ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കളറ് ഐ ഷാഡോയാണോ കണ്ണിന് കൊടുക്കുന്നത് ആ ഒരു കളറ് നല്ല ബ്രൈറ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൺസീലർ ഇല്ലാത്ത ഒരു കണ്ണിൽ ഐ ഷാഡോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ഐലിഡിൻ്റെ കളറും ഐ ഷാഡോയുടെ കളറും തമ്മിൽ മിക്സ് ആവും. എന്നിട്ട് വേറൊരു കളറായിരിക്കും നമുക്ക് പുറത്തേക്ക് കാണിക്കുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ടോൺ ലൈറ്റായിട്ടുള്ളൊരു കൺസീലർ ഐസിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഐ ഷാഡോ ചൂസ് ചെയ്യാനും ഐ ഷാഡോ ഇട്ട് കൊടുക്കാനുമായിട്ട്.